ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. ക്രൂഡ് ഓയിലിൽ സ്കാൽപ്പിങ്ങിൽ കിട്ടിയ ട്രേഡാണ്. അതേപോലെ 15 മിനിറ്റ്സും 5 മിനിറ്റ്സും 5 മിനിറ്റ്സാണ് സ്കാൽപ്പിങ്ങിൽ യൂസ് ചെയ്യുന്നത്. 15 ആണ് കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് ട്രേഡ് വരുന്നത്. ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകളൊക്കെ കുറച്ചുകൂടെ 15 മിനിറ്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ മാർക്കറ്റ് തമ്മിലുള്ള കമ്പാരിസൺ രണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. 10 ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ഡൗണിലേക്ക് ഇറങ്ങി. നല്ല ട്രേഡായിരുന്നു. നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് 8,200 പുട്ട് ഓപ്ഷൻ നമുക്ക് നല്ലൊരു എൻട്രി കയറുന്നു. 10:15 തന്നെ ട്രേഡ് കിട്ടി. ഇപ്പോൾ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കയറി. ലാസ്റ്റ് രണ്ടാമത്തെ ഒരു ബ്രേക്ക് പോയത് അവിടെ നല്ല രീതിയിൽ റിട്ടേൺ പോയിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രേക്ക് പോയത് അപ്രോക്സിമേറ്റ് 1.5 കഴിഞ്ഞ ശേഷമാണ്. അവിടുത്തെ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് തന്നെയായിരുന്നു. ടോട്ടൽ 153 പോയിന്റ്സുള്ള അപ് ട്രെൻഡിലാണ്. ഇപ്പോഴും ബൈ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഡൗൺ സൈഡിലേക്ക് ഇറങ്ങുകയാണ്. 15 മിനിറ്റ്സ് നോക്കിയാൽ കാണാം നമുക്ക് 2 days ആയിട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ഡൗൺ സൈഡാണ്. ഇന്നാണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ഡൗണിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ മാർക്കറ്റ് ഡൗൺ ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രോങ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നെങ്കിലും നമ്മുടെ സോഫ്റ്റ് അവിടെ ഡൗൺ തന്നെ പോകും. ബൈ ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടില്ല. നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണിക്കുകയും തിരിച്ച് മാർക്കറ്റ് എഗെയിൻ ഇറങ്ങുമോ എന്നുള്ള രണ്ടാമത് ഡൗണിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നിന്ന് 2 ട്രേഡാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് നമുക്ക് ബൈ ഇൻഡിക്കേഷൻ മോർണിംഗിൽ കിട്ടി. ഗ്യാപ്പ് അപ്പിൽ പെട്ടെന്ന് അപ്ട്രെൻഡിലേക്ക് കയറിപ്പോയതാണ്. അതിന് തിരിച്ചിറങ്ങുമായിരുന്നു. 10:20 ശേഷമാണ് നമുക്ക് സെൽ ഇൻഡിക്കേഷൻ കിട്ടിയത്. സിഗ്നൽസ് വന്ന സമയം എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. വന്ന സമയത്ത് നമുക്ക് ആ താഴത്തെ ബാർക്കിലേക്ക് അപ്പം തന്നെ റെഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സപ്പോർട്ട് കട്ട് ചെയ്തപ്പോഴാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ബ്രേക്കിൽ തന്നെ നല്ല രീതിക്ക് താഴ്ത്തിറങ്ങുകയുണ്ടായി. നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. നമുക്ക് 3 ടാർഗറ്റും അവിടെ തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ടായി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് നേരം മാർക്കറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്ടണിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷിൻ്റെ താഴെ നമുക്ക് കൺഫർമേഷൻ ബാർ റെഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് സോഫ്റ്റ് തന്നിരുന്നു. അപ്പോൾ അത് താഴത്തെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അത് റെഡ് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ആ സപ്പോർട്ട് കട്ട് ചെയ്ത് നല്ല രീതിക്കില്ല. അപ്രോക്സിമേറ്റ് 1.5 കഴിഞ്ഞ ശേഷമാണ് നല്ല രീതിയിൽ ഡൗണിലേക്ക് ഇറങ്ങി. നല്ലൊരു എൻട്രി ആയിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ പുൾ ബാക്കിൽ തിരിച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുകയാണ്. 285 പോയിന്റ്സാണ് ഡൗണിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ നമുക്ക് 1, 2, 3 പ്രാവശ്യം നമ്മൾ സപ്പോർട്ട് കട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബ്രേക്ക് നമുക്ക് കിട്ടി. 2 പ്രാവശ്യം ട്രേഡ് നല്ലൊരു എൻട്രി ആയിരുന്നു. 15 മിനിറ്റ്സിൽ ആ സെല്ലിൻ്റെ തുടർച്ചയാണ് തന്നിരുന്നത്. തലേദിവസം വന്ന സെല്ലിൻ്റെ, അതായത് 24th, പിന്നെ 25th തന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് രാവിലെ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താണ് ഇറങ്ങിയത്. അവിടെ ബൈ ഇൻഡിക്കേഷൻ ഇടയ്ക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് അപ്ടൻഡ് പോയതൊക്കെ അവിടെ അവോയ്ഡ് ചെയ്ത്, അതായത് ഡൗണിലേക്ക് ഇറങ്ങുന്നുള്ള ഡബിൾ കൺഫർമേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അവിടെ ബൈ സ്ട്രോങ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കുറച്ചുകൂടെ ആക്യുറസി ആയിട്ടത് കാണിച്ചു തരും. അപ്പോൾ തന്നെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ട്രേഡുകൾ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഫ്റ്റിൽ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സിഗ്നൽസ് വരുന്ന സമയത്ത് കൺഫേം ആണോ നോക്കുക. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാനിൽ ഓപ്പണിംഗ് ട്രേഡ് എടുക്കുക. തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് പോകുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിൽ എക്സിറ്റ് ചെയ്യാം. നമുക്കൊന്ന് പുൾ ബാക്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചക്കളിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം ധൈര്യമായിട്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് മിസ്സായെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക് കൂടുതൽ സപ്പോർട്ടെല്ലാം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന നമുക്ക് അവിടെ അടുത്ത ട്രേഡ് ചെയ്തിട്ട് അവിടെ റീ എൻട്രി സെഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.